എം മുകേഷിന്റെ രാജി ആവശ്യം തള്ളി LDF കൺവീനർ EP ജയരാജൻ. മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നെങ്കിൽ 2 കോൺഗ്രസ് MLA-മാരെ ആദ്യം രാജിവെപ്പിക്കണം. സർക്കാർ ശരിയേ ചെയ്യുകയുള്ളൂവെന്നും കാത്തിരിക്കണമെന്നും EP ജയരാജൻ പറഞ്ഞു. നിങ്ങൾ രാജിയാണ് ഒരു MLA ചെയ്ത തെറ്റിന്റെ മേലെ സ്വീകരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് മുൻപുണ്ടായിട്ടുള്ള 2 MLA-മാർ രാജിവെക്കണം. കേരളത്തിന്റെ ചരിത്രത്തിൽ MLA-മാരുടെ പ്രശ്നമാണെങ്കിൽ എല്ലാ MLA-മാർക്കും ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ബാധകമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് സ്വീകരിക്കും. ഒരാളോടും പ്രത്യേക മമതയോ പ്രത്യേകമായ സംരക്ഷണമോ ഒന്നും ഗവൺമെന്റ് ചെയ്യുകയില്ല. നീതിപൂർവമായ തെറ്റുകൾക്കെതിരെ ശക്തമായ നടപടി. ആര് തെറ്റ് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷയും ഉണ്ടാകും, നടപടിയും ഉണ്ടാകും. മുകേഷിനെതിരായ ആരോപണത്തിൽ കേസെടുത്തല്ലോ എന്ന് പ്രകാശ് കാരാട്ട്. മുകേഷ് MLA വലിയ ആരോപണങ്ങൾ ചെയ്തതിനായിരിക്കും. അപ്പോൾ അതിൽ കേസെടുത്തില്ല. മുകേഷിന്റെ രാജിയിൽ ഉചിതമായ തീരുമാനമുണ്ടാകുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. തീരുമാനം മുകേഷിന് വിടുകയല്ലെന്നും MA ബേബി പറഞ്ഞു. അവിടുത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം ഇക്കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും. മുകേഷിനും ഇതിനകത്തൊരു ചുമതലയുണ്ട് ഇക്കാര്യത്തിൽ ഉചിതമായൊരു തീരുമാനമെടുക്കാൻ. അത് അവർക്ക് വിടുകയാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് എന്ത് വേണമെന്നുള്ളതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. തീരുമാനം മുകേഷിന് വിടുകയാണ്. മുകേഷിന് വിടുകയല്ല. മുകേഷ് മാത്രം തീരുമാനിക്കേണ്ടതല്ല. മുകേഷും അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ കേരളത്തിലെ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയ പ്രസ്ഥാനവും LDF ഒക്കെ ഇക്കാര്യം ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.